+2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ ആർട്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് ഇറ്റ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണോ എന്നുള്ളതാണ്. ആദ്യമായി പ്രൊഫഷന് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം മാനേജ്മെൻറ്റ് പ്രൊഫഷനാണോ എന്ന് നോക്കാം. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാം ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ: വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്, റെസ്ട്രിക്റ്റഡ് എൻട്രി, പ്രൊഫഷണൽ അസോസിയേഷൻ, കോഡ് ഓഫ് കണ്ടക്ട്. നമ്മുടെ സ്ക്രീനിൽ കാണാം, നമ്മൾ സാധാരണ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എൻജിനീയർ, ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇതൊക്കെ നമുക്ക് ഒരു പ്രൊഫഷൻ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്, കൃത്യമായി എഴുതി തയ്യാറാക്കിയ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളേജ് പ്രൊഫഷൻ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഒരാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ലോയർ ആവണമെങ്കിൽ നമുക്കറിയാം കൃത്യമായി, ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ 5 കൊല്ലം MBBS പഠിച്ചിരിക്കണം. ഒരു ലോയർക്ക് 3 കൊല്ലം, നമുക്കറിയാം 3 കൊല്ലത്തെ LLB കോഴ്സ് പാസ്സായാലേ ലോയർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ എഞ്ചിനീയർ ആണെങ്കിൽ 4 കൊല്ലത്തെ നമുക്കറിയാം BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് നമുക്ക് കംപ്ലീറ്റ് ആയാൽ ചാർട്ടേഡ് അക്കൗണ്ട് അതിൻ്റേതായ ഒരു കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ട്. മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള കറിക്കുലം ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫോമലായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും പ്രൊഫഷൻ ആവണമെങ്കിൽ. രണ്ടാമത്തെ റെസ്ട്രിക്റ്റഡ് എൻട്രി, ആർക്കും കയറി നമുക്ക് ഒരാൾക്ക് പ്രൊഫഷൻ എന്ന് പറയുന്ന ആ ഏരിയയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. ഒരു ഡോക്ടർ ആവണമെങ്കിൽ കൃത്യമായി 5 കൊല്ലം പഠിക്കണം. അതിനുശേഷം പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ നമുക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോയർ ആയാലും LLB പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവസാനം ഫൈനൽ ഇയറിൽ എഴുതി അതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഒരു ലോയർ ആകാൻ പറ്റുള്ളൂ. എഞ്ചിനീയർ ആയാലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജിലൂടെ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ എക്സാമും നമ്മൾ എഴുതിയാൽ മാത്രമേ. അപ്പോൾ ആർക്കും അങ്ങനെ ഓടിക്കയറാവുന്ന ഒന്നല്ല പ്രൊഫഷൻ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. മൂന്നാമത്തെ പറയുന്നത് പ്രൊഫഷണൽ അസോസിയേഷനാണ്. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ 5 കൊല്ലത്തെ MBBS പഠനം പൂർത്തിയാക്കി എക്സാം എഴുതി പാസ്സായാലും ആൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആ അസോസിയേഷനിൽ അവർ മെമ്പർഷിപ്പ് എടുക്കണം. അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയാൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ MBA ഹോൾഡർ അല്ലെങ്കിൽ MBBS ഹോൾഡറായിട്ട് നടക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് കിട്ടണം. അതുമായി ബന്ധപ്പെട്ട പല ഫോർമാലിറ്റീസും ഫോളോ ചെയ്യണം. അപ്പോൾ ലോയർ ആയാലും ബാർ കൗൺസിലിൻ്റെ, അതുപോലെ എഞ്ചിനീയർ ആയാലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും നമ്മളത് കോഴ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ, അവരുടേതായ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും അതുപോലെ തന്നെ മെമ്പർഷിപ്പും നമ്മൾ അനുസരിച്ച് പോയാലേ നടക്കുള്ളൂ. നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റ്. കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയമാവലികളുണ്ട് നമുക്ക് പ്രൊഫഷന്. ഒരു ഡോക്ടർ ആയാലും ലോയർ ആയാലും എഞ്ചിനീയർ ആയാലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും അവരുടെ ആ കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെ തന്നെയായിരിക്കണം പോകേണ്ടത്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഡോക്ടറുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, അവരുടെ ആരോഗ്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാൻ മണി. പൈസ സെക്കൻഡറി ആയിരിക്കണം. അപ്പോൾ ലോയർ ആയാലും സത്യത്തിനായിരിക്കും ഇമ്പോർട്ടൻസ്, ജസ്റ്റിസിനായിരിക്കണം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ എൻജിനീയർ ആയാലും പബ്ലിക്കിൻ്റെ ഹെൽത്തിനും വെൽത്തിനും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും സത്യസന്ധത ആയിരിക്കണം ഉണ്ടായിരിക്കണം. ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്, അത് ബ്രീച്ച് ചെയ്താൽ, അതായത് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൽ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊഫഷണൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുകയും അവർക്ക് അതിൻ്റെതായ പല ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതായിട്ടും വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് പ്രൊഫഷനാണോ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പാരിസൺ നോക്കാം. കമ്പാരിസൺ ഓഫ് മാനേജ്മെൻറ്റ് വിത്ത് പ്രൊഫഷൻ. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഫീച്ചറായിരുന്നു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്. ഓൾ പ്രൊഫഷൻസ് ആർ ബേസ്ഡ് ഓൺ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് ദാറ്റ് ക്യാൻ ബി അക്വയർഡ് ത്രൂ ഇൻസ്ട്രക്ഷൻ.
In management also there is a systematic body of knowledge involving formal methods of training. There are many institutions that provide education and training in the field of management. This feature of profession is present in management also. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ഫീച്ചർ മാനേജ്മെൻറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് നമുക്കും ഉണ്ട്. നമുക്കറിയാം, ഒരു MBA ഹോൾഡർ ആണെങ്കിൽ അല്ലെങ്കിൽ BCom MCom എന്ത് നമുക്ക് പഠിച്ച് പാസ്സാവണമെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, കറിക്കുലം ഉണ്ട്, സിലബസ് ഉണ്ട്, ബുക്സുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM നമുക്ക് ഫേമസ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ കൃത്യമായി ഇതിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ഇത് ഹോൾഡർ ആവാൻ പറ്റുള്ളൂ, ഡിഗ്രി ഹോൾഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് എന്ന് പറയുന്ന ആദ്യത്തെ ഫീച്ചർ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. ടു ബിക്കം എ പ്രൊഫഷണൽ വൺ മസ്റ്റ് പാസ് പ്രിസ്ക്രൈബ്ഡ് എക്സാമിനേഷൻ സച്ച് ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ CA പാസ്സാകണം, ഡോക്ടർ ആണെങ്കിൽ MBBS, അതുപോലെ LLB. ബട്ട് ഇൻ മാനേജ്മെൻറ്റ് ദർ ഈസ് നോ സച്ച് റെസ്ട്രിക്ഷൻ ടിൽ നൗ. എനി വൺ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ മാനേജർ. സോ ദ സെക്കൻഡ് ക്രൈറ്റീരിയ ഹാസ് നോട്ട് ബീൻ സ്ട്രിക്ട്ലി മെറ്റ് ഇൻ ദിസ് കേസ്. ഈ പറയുന്ന രണ്ടാമത്തെ ഫീച്ചറായിട്ടുള്ള റെസ്ട്രിക്റ്റഡ് എൻട്രി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫോളോ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് ഒരു സ്ഥാപനത്തിൽ മാനേജറാവണമെങ്കിൽ നമുക്ക് ഡിപ്പെൻസ് ആണ്. വേണമെങ്കിൽ ഒരാൾ ഡിഗ്രി ഉള്ള ആളെയും മാനേജറാക്കാം, SSLC ഉള്ള ആളെയും മാനേജറാക്കാം. അതിൽ കൃത്യമായ ക്വാളിഫിക്കേഷൻ, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നല്ലത്. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഈ കാര്യത്തിലില്ല. ഒരു ഡോക്ടർ ആവണമെങ്കിൽ മസ്റ്റായിട്ട് MBBS പാസ്സായിരിക്കണം, ലോയർ ആവണമെങ്കിൽ LLB പാസ്സായിരിക്കണം. പക്ഷേ ഒരു മാനേജർ ആവണമെങ്കിൽ ഇത്രയും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് എവിടെയും നിർബന്ധം പിടിക്കുന്നില്ല. സോ റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്ന ഫീച്ചർ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. മൂന്നാമത്തെ പ്രൊഫഷണൽ അസോസിയേഷൻ. ഓൾ പ്രൊഫഷൻസ് ആർ അഫിലിയേറ്റഡ് ടു എ പ്രൊഫഷണൽ അസോസിയേഷൻ വിച്ച് റെഗുലേറ്റ്സ് എൻട്രി, grants certificates of practice, and formulates and enforces code of conduct. There are several associations like All India Management of Association that has laid down code of conduct to regulate the activities of their members. However, there is no compulsion for managers to members of such association. നമ്മളുടെ മറ്റ് പ്രൊഫഷണലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഫഷണൽ അസോസിയേഷൻ മെമ്പർ ആവുക എന്നുള്ളത് കമ്പൽസറിയാണ്. ഫോർ എക്സാമ്പിൾ MBBS ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മെമ്പർ ആയിരിക്കണം, രജിസ്റ്റേർഡ് മെമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ ലോയർ ആവണമെങ്കിൽ ബാർ കൗൺസിൽ അംഗത്വം എടുത്തിരിക്കണം. പക്ഷേ ഒരു മാനേജർക്ക് അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പോലെ അസോസിയേഷൻസ് ഉണ്ടെങ്കിലും മാനേജർക്ക് ഇങ്ങനത്തെ അസോസിയേഷനിൽ മെമ്പർ ആവുന്ന കാര്യം കമ്പൽസറി അല്ല, വേണമെങ്കിൽ ആവാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യത്തിലും മാനേജ്മെൻറ്റ് പ്രൊഫഷൻ്റെ ഫീച്ചർ ഫോളോ ചെയ്യുന്നില്ല. അടുത്തത് കോഡ് ഓഫ് കണ്ടക്ട്. ഓൾ പ്രൊഫഷണൽസ് ഷുഡ് ഫോളോ ദ കോഡ് ഓഫ് കണ്ടക്ട് laid down by the concerned professional body. In management, All India Management Association has laid down a code of conduct to regulate the activities of their members, but there is no compulsion for the managers to follow the same. So, therefore, this feature is not present in the management. പ്രൊഫഷൻ്റെ അടുത്തൊരു ഫീച്ചറായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ലോയർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരൊരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഓത്ത് ടേക്കിംഗ് സെറിമണി തന്നെ നടത്തുന്നുണ്ട്. കൃത്യമായി അവർ ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് പാലിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവർ ആ കോഡ് ഓഫ് കണ്ടക്റ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഈ പറയുന്ന പ്രൊഫഷനിൽ തന്നെ മാറ്റാൻ സാധ്യതയുള്ള പണിഷ്മെൻറ്റ് അതിൽ നിന്ന് വരാം. പക്ഷേ നമ്മുടെ മാനേജ്മെൻറ്റിനും ഇതുപോലെ പല കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്. പക്ഷേ എവിടെയും അത് നിർബന്ധം പിടിക്കുന്നില്ല. ദർ ഈസ് നോ സച്ച് കമ്പൽഷൻ ഫോർ ദ മാനേജേഴ്സ് ടു ഫോളോ ദ സെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മൂന്നാമത്തെ ഫീച്ചറായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് നമ്മളെ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഇതുകൂടാതെ പ്രൊഫഷൻ്റെ അടുത്തൊരു ഫീച്ചറാണ് സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇവിടെ സർവീസ് മോട്ടീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രൊഫഷണലും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ക്ലയൻസിൻ്റെ സർവീസിനായിരിക്കണം, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കണം. അതിനുശേഷമാണ് സെക്കൻഡറി ആയിരിക്കണം മോണിറ്ററി ഇൻകം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പ്രൊഫഷൻ്റെ ഒരു അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ്. മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ സർവീസ് മോട്ടീവ് നമുക്ക് ഒരു 100% ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മാനേജർ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മെയിനായിട്ടും
ആ മാനേജർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഓണേഴ്സിനാണ്. ഓണേഴ്സിന് മാക്സിമം എക്സ്റ്റെൻഡ് കമ്മിറ്റഡ് ആവുക എന്നുള്ളതാണ് ഒരു മാനേജറിൻ്റെ പരമപ്രധാനമായുള്ള കർത്തവ്യം. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് സ്ഥാപനം സമൂഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡയറക്റ്റ്ലി ബെനിഫിറ്റ് സൊസൈറ്റിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ മാനേജേഴ്സ് സർവീസ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. എങ്കിലും 100% മറ്റു പ്രൊഫഷൻ്റെ പോലെ ടുവേർഡ്സ് ദ സൊസൈറ്റി സർവീസ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്ന നമ്മൾ ഡിസ്കഷനിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഒരു പ്രൊഫഷനായിട്ട് 100% ആക്യുറസി കൊടുക്കാൻ പറ്റില്ല. പ്രൊഫഷൻ്റെ സർട്ടൻ ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിലും 100% ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനായി മാറിയേക്കാം. ബട്ട് നൗ വി ക്യാൻ സേ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഓക്കെ, നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് മീൻ ദ ഹൈറാർക്കി ഓഫ് ആൻ ഓർഗനൈസേഷൻ റെപ്രസെൻറ്റിംഗ് the relationship among the managers and subordinates on the basis of their relative authority, status and responsibility. It is the arrangement of managerial position in an organization. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം പല തരത്തിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഉന്നത തലം മുതൽ കീഴ്ത്തലം വരെ, അതായത് താഴെയുള്ള തലം വരെയുള്ള പല തലത്തിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അധികാരത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും അതുപോലെ മറ്റു കാര്യങ്ങളുടെയും ഒരു അധികാര ശ്രേണിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു അധികാര ശ്രേണി നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാം. നിലവിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 3 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ദെയർ ആർ 3 levels in hierarchy of an organization: top level, middle level, lower level. നമുക്ക് ആ ഹൈറാർക്കി നമ്മുടെ സ്ക്രീനിൽ കാണാം. ടോപ്പ് ലെവലിൽ വരുന്നത് എവിടെയാണ്, മിഡിൽ ലെവൽ വരുന്നത് എവിടെയാണ്, ലോവർ ലെവൽ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ഈ ഓരോ ലെവലിലും വരുന്ന ആളുകൾ, ഇപ്പോൾ ടോപ്പ് ലെവലിൽ നമ്മുടെ സ്ക്രീനിൽ കാണാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് CEOs ഒക്കെ പറയുന്നത് GMs, ജനറൽ മാനേജർ. മിഡിൽ ലെവൽ എന്ന് പറയുന്നത് തൊട്ട് താഴെ പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ്ഡ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പബ്ലിക് റിലേഷൻ മാനേജർ. ദാറ്റ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഒക്കെ മിഡിൽ ലെവൽ വരുന്നു. ദെൻ ലോവർ ലെവൽ എന്ന് പറയുന്നത് ഫോർമാൻ, സൂപ്പർവൈസർ, സെക്ഷൻ ഓഫീസർ, സൂപ്രണ്ടൻഡൻറ്റ്. ഇതൊക്കെ നമ്മൾ ലോവർ ലെവൽ മാനേജർ എന്ന് പറയുന്നു. നമ്മൾ ഇനി ഓരോ ലെവലിലുള്ള ആളുകളെയും അവരുടെ ഫങ്ഷൻസും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായി ടോപ്പ് ലെവൽ. ദ ഫസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മാനേജേഴ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ മാനേജ്മെൻറ്റ് ഹൈറാർക്കി. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിൽ 3 ലെവലുള്ള മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിൽ ദ ഫസ്റ്റ് വൺ, ദ ടോപ്പ് വൺ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, CEO, ചീഫ് ഫിനാൻസ് ഓഫീസർ CFO എന്നറിയപ്പെടും, GM, ജനറൽ മാനേജർ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, എക്സെട്ര. അതായത് ടോപ്പ് ലെവൽ വരുന്ന ആളുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ മെയ്ഡ് അറ്റ് ദിസ് ലെവൽ. വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ വാല്യുബിളായിട്ടുള്ള $1,000,000 വാല്യൂസുള്ള ഡിസിഷൻസ് ആയിരിക്കും അവരെടുക്കുക. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പെർഫോംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് മോർ ദാൻ മാനേജീരിയൽ ഫങ്ഷൻസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ്. അവർ മാനേജീരിയൽ ഫങ്ഷനിൽ വളരെ കുറച്ചേ അവർക്ക് വരുന്നുള്ളൂ. ഇത്രയും ആളുകളാണ് ടോപ്പ് ലെവലിൽ വരുന്നത്. അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഡിറ്റർമിനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. എങ്ങനെ മുന്നോട്ട് പോകണം, എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ചുള്ള രണ്ടാമത്തെ ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് പ്ലാൻസ്. അത് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളൊക്കെ മെനയുന്നതും ഒക്കെ അവരുടെ ഫങ്ഷനിൽ പെടുന്നതാണ്.
ദെൻ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക. അസംബ്ലിങ് ദ റിക്വയർഡ് റിസോഴ്സസ് ലൈക്ക് ഫിനാൻസ്, ഫിക്സഡ് അസറ്റ്സ് എക്സിട്ര. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫിനാൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്, അതൊക്കെ എവിടെ നിന്ന് കണ്ടെത്തണം, പൈസ എവിടെ നിന്ന് കണ്ടെത്തണം, അതൊക്കെ കൃത്യമായി അസംബിൾ ചെയ്യുക. മെയിൻറ്റെയിൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്സൈഡ് പാർട്ടീസ് ലൈക്ക് ഗവൺമെൻറ്, കോമ്പറ്റീറ്റേഴ്സ്, മീഡിയ എക്സിട്ര. നമ്മുടെ സ്ഥാപനം പുറം ലോകമായിട്ട് ബന്ധം വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിട്ടാണ്. അതായത് GMO, CEO, പ്രസിഡൻറ്റോ അങ്ങനത്തെ ആളുകളാണ് പുറത്തേക്ക് ബന്ധം സ്ഥാപിക്കുന്നത്. നല്ല ബന്ധം ഉണ്ടാക്കണമെങ്കിൽ ഇവർ വിചാരിച്ചാലേ പറ്റുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ടോപ്പ് ലെവലിൻ്റെയാണ്. അനലൈസിങ് ദ ബിസിനസ് എൻവയറൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ഫേം. നമ്മുടെ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകളെ, ബിസിനസ്സിന് പുറത്തുള്ള ചുറ്റുപാടുകളെ, ദാറ്റ് മീൻസ് ബിസിനസ് എൻവയറൺമെൻറ്റിനെ അനലൈസ് ചെയ്യുക, കൃത്യമായി പഠിക്കുക. നമുക്കറിയാം എൻവയറൺമെൻറ്റിൽ ഒരുപാട് ത്രെറ്റ്സും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുള്ളതാണ്. അതനുസരിച്ച് നമ്മുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുക, കൃത്യമായി പഠിക്കുക. ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. ആവശ്യ സമയങ്ങളിൽ തൊട്ട് താഴെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇതും നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ ഭാഗമാണ്. അടുത്തത് നമുക്ക് മിഡിൽ ലെവൽ നോക്കാം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ലൈക്ക് പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ എക്സിട്ര. They are responsible for implementing the plans and strategies developed by the top level managers. They receive orders and instructions from the top managers and get the work done through lower managers. They act as a link between top management and supervisory management. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എടുത്ത തീരുമാനങ്ങളെ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ്. അവരെടുത്ത തന്ത്രങ്ങളും അവർ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളനുസരിച്ച് തൊട്ട് താഴെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ് തൊട്ട് താഴെയുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട്, മീഡിയേറ്ററായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ മിഡിൽ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവാം. പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിങ് ഹെഡുകളെയാണ് നമ്മൾ യൂഷ്വലി മിഡിൽ ലെവൽ എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദെയർ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുകൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക, കണ്ടക്ട് ചെയ്യാനുള്ള രീതികൾ, മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഇംപ്ലിമെൻറ്റിംഗ് ദ പോളിസി ഡിസിഷൻ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് വൺസ് എടുത്ത $1 million ഡിസിഷനുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് വരുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് സെലക്ട്സ് ആൻഡ് അപ്പോയിൻറ്റ്സ് എംപ്ലോയീസ് ഓഫ് ദെയർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യ സമയങ്ങളിൽ ആവശ്യമായി വരുന്ന ആളുകളെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് അപ്പോയിൻ്റ് ചെയ്യാം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതും അവരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. മാത്രമല്ല മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ്. ആവശ്യ സമയങ്ങളിൽ അവരുടെ കീഴിൽ വരുന്ന എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള പ്രചോദനങ്ങൾ കൊടുത്ത് അവരെ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. കൂടാതെ മിഡിൽ ലെവൽ മാനേജേഴ്സ് കീപ്പ് എ വാച്ച് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ലോവർ മാനേജേഴ്സ് ആൻഡ് ദേ പ്രിപ്പയർ ദെയർ പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട്സ്. ഇത് കൂടാതെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ആവശ്യമുള്ള സമയങ്ങളിൽ കറക്ഷൻ ചെയ്ത് അവരുടെ പെർഫോമൻസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി അത് ടോപ്പ് ലെവലിന് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കടുത്തത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ദിസ് ലെവൽ കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഇൻസ്പെക്ടേഴ്സ്, ക്ലർക്ക് എക്സെട്ര. These managers are directly related to workers. They pass on instruction to workers and they attend and solve the problems of workers.
They act as a link between middle-level managers and the workers. They are also responsible for maintaining discipline among the workers. They are responsible for timely completion of work. ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഇൻസ്പെക്ടേഴ്സ്, ക്ലർക്ക്, നമ്മൾ സാധാരണ പറയും മേസ്തിരികൾ എന്നൊക്കെ പറയുന്ന പോലെ വർക്കേഴ്സിനെ മോണിറ്റർ ചെയ്യുന്ന, നേരിട്ട് വർക്കേഴ്സുമായി ബന്ധം വരുന്നൊരു ലെവലാണ് ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. വർക്കേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് അറിയാവുന്നതും ലോവർ ലെവൽ മാനേജേഴ്സാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ലെവലും വർക്കേഴ്സ് തമ്മിലുള്ള മീഡിയേറ്റർ ആയിട്ടാണ് ലോവർ ലെവൽ മാനേജേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ലോവർ ലെവൽ മാനേജേഴ്സാണ്. അവർക്കാണ് അത് ടോപ്പ് ലെവലിൽ അറിയിക്കാൻ പറ്റുള്ളൂ ത്രൂ മിഡിൽ ലെവൽ മാനേജേഴ്സ് വഴി. അതുകൊണ്ടാണ് അവരെ ഒരു ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ദേ ആർ ആൾസോ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ് എമംഗ് ദ വർക്കേഴ്സ്. അവിടുത്തെ ജോലിക്കിടയിലും നല്ല രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്തിന് അവസാനിപ്പിക്കുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഭാഗമായിട്ട് വരും. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്ന ഡിസൈഡിങ് ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ തിങ്കിങ് ഫംഗ്ഷൻ ആണെങ്കിൽ, ലോവർ ലെവൽ എന്ന് പറയുന്നത് എക്സിക്യൂട്ടിങ് ഫംഗ്ഷനാണ്, ഡൂയിങ് ഫംഗ്ഷനാണ് വരുന്നത്. ഇനി ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോവർ ലെവലിൻ്റെ ഫങ്ഷൻസ് ഒന്നുകൂടി നോക്കാം. പ്ലാനിങ് ഓഫ് ഡേ ടു ഡേ വർക്ക്. ഓരോ ദിവസത്തെയും, അതായത് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷന് മാത്രമായിട്ടുള്ള, അല്ല ഓർഗനൈസേഷന് മൊത്തമായിട്ടുള്ള ഒരു വലിയ ഡിസിഷൻ എടുത്തു. അതിനെ കട്ട് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസത്തെയും ദൈനംദിന പ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവൃത്തിക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്യുക. അതനുസരിച്ചുള്ള അസൈനിങ് ഡ്യൂട്ടീസ് ടു ഇൻഡിവിജ്വൽ, ഓരോ വർക്കേഴ്സ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുക. എൻഷുറിങ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സിൻ്റെ അവിടെ വരുന്ന ഓരോ വർക്കേഴ്സിൻ്റെയും സേഫ്റ്റിയും മറ്റു കാര്യങ്ങളും, മെഷീൻ, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, വർക്കിംഗ് സമയങ്ങളിൽ, വർക്കിംഗ് ഹവേഴ്സിൽ നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. സൂപ്പർവൈസിങ് ദ വർക്കേഴ്സ് ആൻഡ് അസിസ്റ്റിംഗ് ദം ബൈ എക്സ്പ്ലെയിനിങ് ദ പ്രൊസീജിയർ. വർക്കേഴ്സിൻ്റെ കൂടെ വർക്കിംഗ് ടൈമിൽ കൂടെ ഉണ്ടായി എങ്ങനെ വർക്ക് ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഇവാലുവേറ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്. കൃത്യമായി ഓരോ വ്യക്തികളുടെയും അവരുടെ കഴിവിനനുസരിച്ചാണോ എന്നുള്ളത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ പ്രിവെൻറ്റിംഗ് വേസ്റ്റേജ് ആൻഡ് മിസ്യൂസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ് എക്സെട്ര. സപ്പോസ് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും വർക്കേഴ്സ് അവരുടെ കഴിവിനനുസരിച്ചിട്ടല്ല, അവിടെ മിസ്യൂസ് വരുന്നുണ്ട്, വേസ്റ്റേജ് വരുന്നുണ്ട്, അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നത് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുക. എൻഷുറിങ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് മിനിമം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതനുസരിച്ച് ഫോളോ ചെയ്യുക. പ്രൊവൈഡിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സിന് ചിലപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു വർക്കേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ട്രെയിൻഡ് ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് ഒരേ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 3 ലെവൽസ് പഠിച്ചു. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും അതുപോലെ GM മുതലായ ആളുകളാണ്. വലിയ ടോപ്പ് ഡിസിഷൻ എടുക്കുന്ന ആളുകളാണ്. മിഡിൽ ലെവൽ എന്ന് പറയുന്നത് തൊട്ട് താഴെ വരുന്ന എടുത്ത തീരുമാനങ്ങളെ ഓർഗനൈസ് ചെയ്യുന്ന ആളുകളാണ്. ലോവർ ലെവൽ എന്ന് പറയുന്നത് എടുത്ത തീരുമാനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.